ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടർ റോബിൻ, വേദാലക്ഷ്മി, അനന്തു സുൽജിത്ത്, അഖിൽ ദേവ് ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അതീവ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഡോക്ടർ റോബിൻ തങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന് ആരോപിച്ചുകൊണ്ട് വേദാലക്ഷ്മിയും അഖിൽ ദേവും നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അതുകൂടാതെ ഇവർക്ക് സപ്പോർട്ടായിട്ട് അനന്തു സുൽജിത്ത് എന്ന് പറയുന്ന ഡോക്ടർ ഡ്രേക്കും രംഗത്ത് വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഡോക്ടർ റോബിൻ വേദാലക്ഷ്മിക്കും അനന്തു സുൽജിത്തിനുമെതിരെ പാലാരിവട്ടം പോലീസിൽ ഒരു പരാതി നൽകുന്നു. അതിനുശേഷം ഡോക്ടർ റോബിൻ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു. ആ പ്രസ് മീറ്റിൽ വളരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും വേദാലക്ഷ്മിക്കും അഖിൽ ദേവിനും അനന്തു സുൽജിത്തിനുമെതിരെ ഉന്നയിക്കുന്നു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് പിന്നാലെ തങ്ങളും ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ പോകുന്നു. ഇന്നലെ 12 മണിക്ക് വിളിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ റോബിൻ ഒരു വീഡിയോ തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുന്നു. താനും ഈ ഒരു പ്രസ് മീറ്റിൽ വരും, തന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് സഹിതം ആ ഒരു പ്രസ് മീറ്റിൽ ഹാജരാക്കുന്നതാണ്. അത് മാധ്യമങ്ങൾക്കും ഈ പറയുന്ന വേദാലക്ഷ്മിക്ക് ഉൾപ്പെടെ പരിശോധിച്ച് ബോധ്യപ്പെടാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഉടനെ ആ ഒരു പ്രസ് മീറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും. അതിനുശേഷം ഇന്നലെ രാത്രിയാണ് ഈ പറയുന്ന വേദാലക്ഷ്മിയും അഖിൽ ദേവും അനന്തു സുൽജിത്തും മാധ്യമങ്ങളെ കാണുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ ഡോക്ടർ റോബിൻ പങ്കുവച്ച വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അഖിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അഖിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 റുപ്പീസ്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റില്ല. അതാ ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തൊക്കെ കറക്റ്റ് അതിൽ എന്തുണ്ട്, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവരുടെ ട്രാൻസാക്ഷൻ സ്ലിപ്പും റെസിപ്റ്റും ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് ഇവരുടെ പ്രസ് മീറ്റ് ഉണ്ട് അല്ലെ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട്. എല്ലാ മീഡിയാസും വരണം, മെയിൻ സ്ട്രീം ചാനൽസ് തൊട്ട് എല്ലാ മീഡിയാസും വരണം. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പം അനന്തു, അതായത് നമ്മുടെ ഡോക്ടർ ഡ്രേക്ക് എന്റെ അടുത്ത് ആദ്യമേ, എനിക്ക് തോന്നുന്നു ഇനിഷ്യലി എന്റെ അടുത്ത് ചോദിച്ചിരുന്നത്, ബ്രോ എത്രയാണ് ട്രാൻസാക്ഷൻ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് തോന്നുന്നു ഒരു 40-45 ഇടയ്ക്കാണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എടുത്തിട്ട് നിനക്ക് അയച്ചുതരാം, ഡീറ്റെയിൽസ് എടുത്തിട്ട് അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങനെ അഖിൽ ദേവ് പറഞ്ഞു 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചുതരണേ. എനിക്ക് ഈ പറഞ്ഞ 75 ലക്ഷം രൂപ നിങ്ങൾ തന്നത് എനിക്കൊന്ന് അയച്ചുതരണേ. അപ്പൊ ടോട്ടലി മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻ ഇവരുമായിട്ടുള്ളത് 42,53,500 രൂപയാണ്. അതിൽ ഞാൻ 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് അവർ എനിക്ക് 69,000 രൂപ തരാനുമുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഈ പ്രസ് മീറ്റിൽ ഞാനും വരുന്നതാണ്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഞാനും കൊണ്ടുവരും. ഈ റെസിപ്റ്റും ഈ പറഞ്ഞ ചാറ്റും അവർ അയച്ചെന്ന അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനും കൊണ്ടുവരുന്നുണ്ട്. അനന്തുവിന് ഉൾപ്പെടെ അവിടെ ഉള്ള എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അനന്തുവിന്റെ അടുത്ത് പറഞ്ഞു, എടുത്ത് ചാടല്ലേ, ഞാൻ പറഞ്ഞതല്ലേ 40-45 ഇടയ്ക്കുള്ള, നിന്റെ ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഞാൻ ഇന്ന് കാണിച്ചു തരാം. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ ഈ സത്യം എന്താണ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ ഉള്ളത് അറിയുന്നതിന് മുന്നേ എടുത്തു ചാടി ഒരാളിനെ ക്രൂശിക്കുന്നത് ദൈവത്തോർത്ത് സോഷ്യൽ മീഡിയ ഒന്ന് നിർത്തണം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. മനുഷ്യരാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ ആവശ്യമില്ലാതെ ഒരാളിനെ എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നതിന് മുന്നേ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എന്റെ ഒരു എന്താ പറയാ ഒരു കൈൻഡ് റിക്വസ്റ്റ് ആണ്.
പിന്നെ എന്തായാലും ഇന്ന് പ്രസ് മീറ്റിൽ ഞാനും വരുന്നുണ്ട്. ഈ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനും കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത്. മനസ്സിലായില്ലേ? എന്തായാലും 42,53,500 രൂപ ഇങ്ങോട്ട് തന്നു, 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തു. എനിക്ക് ഇങ്ങോട്ട് 69,000 രൂപ, അതായത് 69,000 ഇങ്ങോട്ടാണ് തരാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂ ആണോ നിങ്ങളുടെ ഇഷ്യൂ? അല്ല, ഞാൻ ചോദിക്കുക, സാമ്പത്തികമായിട്ടുള്ള കാര്യമായിരുന്നോ, അതോ എന്നെ അങ്ങ് തകർത്ത് ഇല്ലാണ്ടാക്കി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതല്ലേ? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഇന്നിപ്പോ ഈ ഡീറ്റെയിൽസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അനന്തുവിന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റും, ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റും. വേണമെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തു, ഒരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് കാണാം. സോ ഇതാണ് ഇന്നലെ രാവിലെ ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ പറഞ്ഞ പ്രസ് മീറ്റ് ക്യാൻസൽ ആയി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങളും കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഈ പറയുന്ന വേദാലക്ഷ്മി ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണ് എന്നുണ്ടെങ്കിൽ അവര് പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെടും. അത് ഭയന്നുകൊണ്ടായിരിക്കാം മേ ബി അവർ ആ പ്രസ് മീറ്റ് ക്യാൻസൽ ചെയ്യുകയും പിന്നീട് അത് വൈകിട്ട് നടത്തുകയും ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഡോക്ടർ റോബിൻ പറഞ്ഞത് കണക്ക് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ആരോപണം അദ്ദേഹത്തിന് സമൂഹത്തിന്റെ മുന്നിൽ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മാത്രം വേദാലക്ഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നതാവാം. കാരണം ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും തിരുത്താൻ പറ്റില്ല. ഇനിയിപ്പോ ഇദ്ദേഹം ഒരു വ്യാജ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കൊണ്ട് വെക്കുന്നതെങ്കിൽ പോലും കൃത്യമായിട്ട് ലീഗലി പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ നിന്ന് കോടതിക്ക് എടുപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ട് ഇവരത് ചെയ്യുന്നില്ല? അതാണ് ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ പാലാരിവട്ടം പോലീസ് ചോദ്യം ചെയ്യലിന് വിളിച്ചപ്പോൾ ഈ പറഞ്ഞ വേദാലക്ഷ്മിയോ അനന്തു സുൽജിത്തോ അവിടെ ചെന്നിട്ടില്ല. അങ്ങനെ ചെന്നിരുന്നുവെങ്കിൽ വേണമെങ്കിൽ ഇവർക്ക് ഈ ഒരു ട്രാൻസാക്ഷന്റെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെ അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കേസ് ലീഗലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ലീഗലായിട്ട് പോയിട്ടുണ്ടെന്ന്. ബട്ട് യാതൊരു പ്രൂഫും വെച്ചിട്ടില്ല. ബട്ട് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് സഹിതമാണ് ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതാണ് ഇതിനകത്ത് വൈരുദ്ധ്യം. എന്നാൽ ഇന്നലെ ഡോക്ടർ റോബിൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം പ്രസ് ക്ലബ്ബിൽ എത്തിയപ്പോഴുള്ള സംഭവം നമുക്ക് കണ്ടുപോകാം. ഓക്കെ, എല്ലാവരും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം പ്രസ് ക്ലബ്ബിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെക്കുമെന്ന് പറഞ്ഞ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരുമെന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ എറണാകുളം പ്രസ് ക്ലബ്ബിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക പ്രസ് മീറ്റ് വെച്ചിട്ടില്ലെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഓക്കെ, ഞാൻ മുകളിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ ഇല്ല. ഇവിടെ കുറച്ച് മീഡിയക്കാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം കൂടെ കൊണ്ടാണ് വന്നത്. അപ്പം ഇനി അടുത്ത പ്രസ് മീറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അവിടെയും വരുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഭാഗം പ്രൂവ് ചെയ്തില്ല പറ്റുന്നത്. ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായമുള്ളതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം. എന്തായാലും അതിനുശേഷം ഇന്നലെ വൈകിട്ട് ഈ പറയുന്ന വേദലക്ഷ്മി, അഭിൽദേവ്, അനന്തു സുൽജിത്ത് ഇവർ 3 പേരും ഒരു പ്രസ് മീറ്റ് വിളിച്ചു. ആ പ്രസ് മീറ്റിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടുപോകാം. നാളെ രാത്രി 10 മണിയാകുമ്പോൾ 4,25,000 രൂപ ഞാൻ തിരിച്ച് പ്രോന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കും. ഓക്കെ, പ്രോമിസ് 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 പ്ലീസ്. ആക്ച്വലി അബിൽ ബ്രോവിന് വേണ്ടിയാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇന്ന് 18/12/2025 വ്യാഴാഴ്ച, സമയം 7 മണിയാവാൻ പോകുന്നു വൈകുന്നേരം. അപ്പം എനിക്കൊരു 4 ലക്ഷം രൂപ എമർജൻസി ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ അബിൽ ബ്രോവിന്റെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ വാങ്ങാൻ പോവുകയാണ്. നാളെ, അതായത് 19/12/2025 ഫ്രൈഡേ ആണ് രാത്രി 10 മണിയാകുമ്പം 4,25,000 രൂപയായിട്ട് ഞാനിത് തിരിച്ച് കൊടുത്തിരിക്കും അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ അത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നാളെ രാത്രി 10 മണിയാകുമ്പോൾ ഈ 4,25,000 രൂപ ഞാൻ പുള്ളിക്കാരനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കും. അബിൽ ബ്രോ ഒന്ന് ഹെൽപ്പ് ചെയ്യും. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഈ ഒന്ന് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്തതാ. ഓക്കെ, നാളെ ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ, ഞാനത് ചെയ്തിരിക്കും. 19-ാം തീയതി, അതായത് നാളെ 19/12/2025 ഡിസംബർ, നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ രാത്രി 10 മണിയാകുമ്പോൾ 4,25,000 രൂപ ഞാൻ തിരിച്ച് പ്രോന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കും. ഓക്കെ, പ്രോമിസ് 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 പ്രോമിസ്. സോ ഇതാണ് ഇന്നലെ വൈകിട്ട് ഇവർ വിളിച്ച പ്രസ് മീറ്റ്. ഈ ഒരു പ്രസ് മീറ്റിനകത്ത് പക്ഷേ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ബിഗ് ബോസ് താരം വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൂടി വിളിക്കണം, എന്റെ കൈവശമുള്ള എവിഡൻസുമായിട്ട് ഞാൻ വരാമെന്ന്. ഇവരെന്തായാലും ഇവരുടെ കൈവശമുള്ള എവിഡൻസ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങളും അദ്ദേഹത്തിന് വെക്കാനും കൂടിയുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കണമായിരുന്നു.
അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാനെ. അതിന് പകരം നിങ്ങളുടെ ഭാഗം മാത്രം പറയുന്നു, ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന്റെ ഭാഗം മാത്രം പറഞ്ഞത്. രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളോട് പറഞ്ഞാലല്ലേ ഉള്ളൂ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അതോ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഫൈറ്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇത് നിയമപരമായിട്ട് പോകാനുള്ള കാര്യമുള്ളൂ. ഇത് സിവിൽ കേസാണ്, അതായത് സാമ്പത്തിക തട്ടിപ്പ്. നിങ്ങളുടെ കയ്യിലുള്ള ഡീറ്റെയിൽസും സഹിതം നിങ്ങൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടേ കോടതി വിധി വരത്തുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ അത് പോകുന്നില്ല? ഇപ്പൊ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി നിരന്തരം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഈ പറയുന്ന വേദലക്ഷ്മിക്കും അനന്ത് സുൽജിത്തിനുമെതിരെ ഒരു പരാതി നൽകി അതിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ വേദലക്ഷ്മി പറയുന്നുണ്ട് ഡോക്ടർ റോബിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേദലക്ഷ്മി ഒരു പരാതി നൽകിയതാണ്. ആ ഒരു പരാതി അദ്ദേഹം ക്ഷമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചു എന്നൊക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു FIR പകർപ്പെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? ഒരു പരാതി കൊടുക്കുമ്പോൾ അതിന്റെ ഒരു കോപ്പി നിങ്ങൾ എല്ലാവരും എടുത്തു പോകും. കാരണം നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ്. അന്നേരം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് നാളെ ഒരു ആരോപണം മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് എടുത്തു വെക്കാൻ ചാൻസ് ആണ്. പക്ഷെ ഇതൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല. ബാലൻസ് ഉള്ള 40 ലക്ഷം ഞാൻ തന്നേക്കാം. 5 ലക്ഷം രൂപ ഓൾറെഡി തന്നു, ഇനി 40 ലക്ഷം ഉണ്ട്, അതുകൊണ്ട് ഞാൻ തന്നേക്കാം. എനിക്ക് പ്രൂവിന് മനുഷ്യത്തുള്ള ഒരാളാണെന്നാണ് ഞാൻ കരുതുന്നത്. റോബിനായിട്ട് നിയമ നടപടി, നിയമയുദ്ധം, അതിന്റെ അപ്പുറം ഒന്നുമില്ല. ലാസ്റ്റ് മറുപടി. ഹലോ ബ്രോ, അമ്മയുടെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് പോവുകയാണ്. അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം സർജിക്കൽ സൈറ്റിൽ നിന്ന് ഹെവി ബ്ലീഡിങ് വന്നു, സിവിയർ ആയിട്ടുള്ള ബ്ലഡ് ലോസ് വന്നു, മരിക്കാറായിട്ട് കിടക്കാം. ഓക്കെ, അമ്മയ്ക്കിപ്പോൾ ഇമ്മ്യൂണോതെറാപ്പിക്ക് അതിന് ഇതിനൊക്കെ മെഡിസിൻ പോലും 100 mg 2.5 ലക്ഷം രൂപ വേണം. ഒരു 200 mg 5 ലക്ഷം രൂപ വേണം. അതുപോലെ എൻ്റെ കൊടുക്കാനില്ല. കംപ്ലീറ്റ്ലി ഫാമിലി പരമായിട്ടും അല്ലാതെ ഡൗൺ ആയിട്ടിരിക്കുക. എനിക്ക് പ്രൊവിന്റെ ഫണ്ട് തിരിച്ചു തരണമെന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇന്ന് എടുക്കാനില്ല. ഓക്കെ, എനിക്കൊരു 15 ദിവസം തന്നേ പറ്റും. ജൂൺ 15-ാം തീയതിയാണ് പ്രൊവിന്റെ എല്ലാ അമൗണ്ടും ഞാൻ സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞത്. ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ ചെയ്യാം. കാരണം ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഓരോ എമൗണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്തേ പറ്റൂ. കാരണം എനിക്ക് അമ്മ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ എനിക്ക് അത്രയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയുടെ ലൈഫിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതെനിക്കിപ്പോൾ ചെയ്തേ പറ്റൂ. എനിക്ക് ജൂൺ 15-ാം തീയതിയാണ് നമ്മുടെ എമൗണ്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ദിവസം കംപ്ലീറ്റ് എമൗണ്ട് ബാലൻസ് ഉള്ള 40 ലക്ഷം ഞാൻ തന്നേക്കാം. 5 ലക്ഷം രൂപ ഓൾറെഡി തന്നു, ഇനി 40 ലക്ഷം ഉണ്ട്, അതുകൊണ്ട് ഞാൻ തന്നേക്കാം. എനിക്ക് പ്രൂവിന് മനുഷ്യത്തുള്ള ഒരാളാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് മനസ്സിലാക്കുക. കാരണം ഞാൻ എവിടെ തരുന്ന ഒരു കാശ് കൊണ്ടിട്ടാണെങ്കിലും ഒരിക്കലും അത് നല്ലതാവില്ല ബ്രോ. കാരണം അത്രയും അത് വിഷമത്തിലേക്ക് പോകും. മനസ്സിലായില്ലേ? അത്രയും അത് എന്റെ കണ്ണീര്, എന്റെ അമ്മയുടെ ജീവന്റെ കണ്ണീര് എല്ലാം ഉണ്ടതില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 15 ദിവസം കൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യും. ജൂൺ 15-ാം തീയതി ആകുമ്പോൾ ഞാനിത് ക്ലിയർ ചെയ്തേക്കാം ബ്രോ. ഓക്കെ, എനിക്ക് ഞാൻ എക്സ്ട്രീമായിട്ട് ഈ അമ്മയുടെ കണ്ടീഷൻ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ജൂൺ 15-ാം തീയതി അമ്മ തരാൻ പറ്റും. ഇനി നിങ്ങൾ തരണം. കാരണം എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങളോട്. എനിക്ക് ഹാപ്പി ആയിരിക്കും നിങ്ങളുടെ അടുത്ത്. സോ ഇതാണ് ഇന്നലെ ഏറ്റവും അവസാനം ഇവർ ആ പ്രസ് മീറ്റിനകത്ത് വെച്ചത്. അതായത് ഡോക്ടർ റോബിൻ പണം കൊടുക്കാനുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന വോയിസ് ആണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ വീണ്ടും ചോദ്യം വരികയാണ്, എന്തുകൊണ്ട് ഡോക്ടർ റോബിന്റെ കയ്യിലുള്ള സ്റ്റേറ്റ്മെന്റ് അത് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ തയ്യാറാവുന്നില്ല? ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് എനിക്ക് ചോദിക്കണമെന്ന് തോന്നി. അദ്ദേഹം ഈ പറഞ്ഞ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് വരുമെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ നിങ്ങൾ ആ പ്രസ് മീറ്റ് കൊടുന്നതിനെ ക്യാൻസൽ ചെയ്യുന്നു. അദ്ദേഹം അതിനുശേഷം പറയുന്നുണ്ട്, നിങ്ങൾ അടുത്ത പ്രസ് മീറ്റ് വിളിക്കുമ്പോൾ എന്നെയും കൂടി ഒന്ന് അറിയിക്കണം, ഞാൻ അവിടെ വരാം, എൻ്റെ കൈവശമുള്ള തെളിവുകളും കൂടി മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാം, നമ്മുടെ രണ്ടുപേരുടെ കയ്യിലുള്ള ഈ പറഞ്ഞ എവിഡൻസ് ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവരതിന് തയ്യാറായിട്ടില്ല. അതെന്താണ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈ ഒരു വിഷയം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലല്ല ഇടേണ്ടത്. ഉള്ള കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് പണം കിട്ടാണ്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ നിങ്ങൾ ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഇത്ര ആളുകളെ ജനങ്ങൾ കോമാളികളായിട്ടേ കാണത്തുള്ളൂ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കണ്ടന്റ് മാത്രമാണ്. അല്ലാതെ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കണ്ടന്റ് ആണ്. നമ്മുടെ സാഹിത്യന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അരി മേടിക്കാനുള്ള ഒരു ഉപാധി. ആ ഒരു രീതിയിൽ ഞങ്ങൾ എല്ലാവരും ഇതിനെ കാണത്തുള്ളൂ. അല്ലാതെ ഈ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ ഇങ്ങനെ പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ടുള്ള നിങ്ങൾക്കൊരു ഗുണമില്ല. ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാം, അത് മാത്രമേ ഇതിനകത്ത് നടക്കത്തുള്ളൂ. എന്തായാലും ഇന്നലെ ഡോക്ടർ റോബിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസ് മീറ്റ് നടത്തിയ ശേഷം ഇന്ന് രാവിലെ വേദലക്ഷ്മി ഒരു വീഡിയോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നു. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുപോകാം. ഗുഡ് മോർണിംഗ്. യൂഷ്വലി ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് ആൾക്കാരുടെ സമയം കളയാനും എന്റെ സമയം കളയാനും ഒക്കെ യൂഷ്വലി ചെയ്യാത്ത ഒരാളാണ്.
ഇത് ഇങ്ങോട്ട് ചെയ്യേണ്ടി വന്നൊരു ആവശ്യകത പലരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിയമപരമായിട്ട് പോവാതെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഒരാളെ ഇങ്ങനെ അപകീർത്തിപ്പെടുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടുള്ളത്. മാർച്ച് 31 ഈ വർഷം മാർച്ച് 31 ഒരു കേസ് ഫയൽ ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞത് FIR-ലോട്ട് എത്തുമ്പോഴത്തേക്കും കരഞ്ഞ് കാല് പിടിച്ച് FIR മാറ്റിച്ച് എന്റെ അടുത്ത് മാപ്പ് അപേക്ഷിച്ചിട്ട് വീണ്ടും പൈസ തരാന്ന് പറഞ്ഞ് പിന്നെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെക്കെതിരെയാണ് പിന്നെ എനിക്കെതിരെ സൈബർ പ്രൊട്ടക്ഷൻ കൊടുത്തതിന്റെ പേരിൽ ഞാൻ ഇപ്പോ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. എത്രയോ ആൾക്കാരെ ഇതേ സെയിം ഫോർമാറ്റിൽ പറ്റിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും റോബിൻ രാധാകൃഷ്ണൻ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റോബിൻ ഒരു കാര്യം ഓർത്തു, എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഞങ്ങള് പുറത്തോട്ട് വന്ന് ഈ കാര്യം പറഞ്ഞത് പൊളിറ്റിക്കലായിട്ടുള്ള ഈ കാര്യങ്ങൾ കൊണ്ടല്ല, എന്തെങ്കിലും ഭാവി കരിയർ തകർക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചെയ്യുന്ന ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഇതുപോലെ ചതിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, അത് പുറത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അടുത്തൊരാളെ നിങ്ങൾ ചതിക്കാതിരിക്കുകയുള്ളൂ. അതാണ് എന്റെ പ്രൈമറി ആയിട്ടുള്ള എയിം. അതുകൊണ്ട് ഞാനിതൊന്നും പിന്നോട്ട് പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അമ്മ മരിച്ചൊരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ എനിക്ക് സാധിക്കും? എനിക്ക് കണ്ണിച്ചോരയില്ലേ മനസാക്ഷിയില്ലെന്ന്. കണ്ണിച്ചോരയും മനസാക്ഷിയും കുറച്ച് കൂടിപ്പോയതെയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന അബിലിന്റെയൊക്കെ അമ്മ കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ മരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഫണ്ട് ഇപ്പൊ കൊടുക്കാൻ ഒരാള് ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അബിലിന്റെ ആരോ മരിച്ചത് കൊണ്ടാണ് അബില് പൈസ കൊടുക്കാഞ്ഞതെന്നും അതുകൊണ്ട് ആ ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കാണിച്ചിരിക്കുന്ന കണ്ടു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അബിലിന്റെ അമ്മയ്ക്കൊരു ആക്സിഡന്റൽ ഡെത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ബാക്ക് ടു ബാക്ക് വിളിച്ച് ഇത് ചെയ്തോണ്ടേ ഇരുന്നപ്പോ ശല്യം ചെയ്തോണ്ടേ ഇരുന്നപ്പോഴത്തേക്കും ഞാനായിരുന്നു ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഒന്ന് വെയിറ്റ് ചെയ്യൂ, അത്രയും ക്രിറ്റിക്കലാണ് എന്നുള്ള മെസ്സേജ് ഞാനതിപ്പോ ഇവിടെ ഇട്ടേക്കാം. ആ മെസ്സേജസ് ഒക്കെ അപ്രകാരം. അപ്പോ റോബിന് ഭയങ്കര സ്നേഹമായിരുന്നു. എന്ന് വെച്ചാൽ അയ്യോ അങ്ങോട്ട് വരട്ടെ, ആന്റിയെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇതിലല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ പൈസ ചോദിച്ച് വിളിച്ചോണ്ടിരിക്കുന്നത്, പൈസ എന്തിനാ കടം ചോദിച്ച് വിളിക്കുന്നത്, ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലുമല്ല, പൈസ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കിട്ടാനുള്ള പൈസക്ക് വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഹോസ്പിറ്റലാണെന്നോ അതിന്റെ ഒരു ക്ഷമ കാണിക്കണോ എന്നുള്ളത് പുള്ളിക്കില്ല. ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞു. ആ മരിച്ച അമ്മയെ കുറിച്ചാണ്, ആന്റിയെ കുറിച്ചാണ് ഈ അടുത്ത് സ്വന്തം മാതാവ് മരണപ്പെട്ട മാതാവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാതാവിന്റെ വിയോഗത്തിൽ ഒത്തിരി ദുഃഖിക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന റോബിൻ രാധാകൃഷ്ണൻ ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. ആ അബിലിന്റെ അമ്മ മരിച്ചുപോയ അമ്മയെ കുറിച്ച് ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. അപ്പോ ഒന്ന് കേട്ടു നോക്കൂ. അപ്പോ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എന്തിന്റെ ബേസിസിലാണ് ആൾക്ക് അമ്മ മരിച്ചു എന്നുള്ളൊരു കൺസിഡറേഷൻ, പിന്നെ അമ്മ മരിച്ച് 41 തികയുന്ന സമയം വരെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും ഇറങ്ങിയിട്ട് ആളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് മരിച്ചിട്ടൊരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സമയത്തിന്റെ ഇടയ്ക്കാണ് ആളിറങ്ങി സൈബർ കൊട്ടേഷൻ കൊടുത്ത് ഇതിപ്പോ വേറൊരു നറേറ്റീവ് ആക്കണം, പൈസ തിരിച്ചു തരണം എന്നുള്ളൊരു കാര്യം ഇതിലോട്ട് എത്തിക്കാതെ വേറൊരു നറേറ്റീവ് ആക്കണം. ഇന്നലെ കണക്കിന് പേപ്പറുമായിട്ട് വന്നില്ലേ, എടുത്ത് വെക്ക്, എന്തിനാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, എടുത്ത് അതുകൂടെ എടുത്ത് പബ്ലിഷ് ചെയ്യുക. പൈസ വാങ്ങിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്, അതെല്ലാം അക്കൗണ്ട് ത്രൂ ഉള്ളതും കൂടെ കാണിച്ചു കൊടുക്ക്. എന്താണ് ഇങ്ങനെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? what are you trying to prove? പറ്റിക്കുന്നതിനും മണ്ടന്മാരാക്കുന്നതിനും ഒരു പരിധിയുണ്ട്. 1-2 ആൾക്കാരല്ല, കുറച്ച് നാളുകളല്ല, ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. പൈസ തിരിച്ചു തരണം, അത് എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. അല്ലാതെ നാടകം കളിച്ചിട്ടോ, ഇനിയിപ്പോ അടുത്ത നാടകം പോലെ ഇനി കാണാൻ പോകുന്നത്, ഞാൻ ഒരു എന്താ പറയണ്ടേ, എനിക്കൊരു ഇൻക്യൂഷൻ ഉണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കാന്ന്. ആളൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയേക്കാം, അല്ലെങ്കിൽ ആൾക്ക് നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ ആളുടെ തൊട്ടടുത്തുള്ള പാരന്റ്സോ സിബ്ലിങ്ങോ വൈഫോ അങ്ങനെ ആർക്കെങ്കിലും വയ്യാതായി എന്നുള്ളൊരിത്, ഒരു പൊറോട്ട നാടകം പണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതുപോലെ എന്തോ രക്തശ്രദ്ധിക്കുന്ന പോലെ ഒരു വീഡിയോ, അത് ഫേക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നാണം എന്ന് പറഞ്ഞൊരു സാധനം, നാണക്കേട് എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ലാത്തത് അറിയാം. പക്ഷെ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഞങ്ങൾക്കൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. ഇയാളുടെ പുറകെ നടന്ന് തന്റെ ഇതും വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട കാര്യം എനിക്ക് പേഴ്സണലി തീരെയില്ല, ഒട്ടുമില്ല. ഇഫ് യു ആർ മേക്കിംഗ് മീ ഡു ദിസ്, ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് യു ആർ എ കോൺ മാൻ, ഒരു സ്കാമർ. അത് പറ്റിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ നിർത്തിക്കണം എന്നുള്ളത് എന്റെ കൂടെ ആവശ്യമായി പോയി. കാരണം നിരപരാധികളായിട്ടുള്ള ഒത്തിരി പേര് എന്തുമാത്രം ഇപ്പൊ പറഞ്ഞ ഒരാള് തന്നെ ആളുടെ സേവിങ്സിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സേവ് ചെയ്ത് വെച്ച പൈസയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുത്തു തന്നെ. അത് പൊടിയുടെ ഫ്രണ്ടുമാണ്. അങ്ങനെ വന്ന ഒരു ബന്ധം, ദുബായിലുള്ള ഒരു പയ്യൻ. അപ്പോ എന്താണ് ഇതിനൊക്കെ ഒരു മിനിമം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇത് എന്താ, നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നശിപ്പിക്കാനോ, എനിക്കെന്തോ കൊട്ടേഷൻ എടുത്തിട്ട് വല്ലതും ഇതാക്കാനുണ്ടോ? അതിന് തകർക്കാനായിട്ട് നിങ്ങൾ ആരാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഓക്കെ, റീപേയ്മെന്റ് ചെയ്ത് ഇതൊന്ന് ക്ലിയർ ഓഫ് ചെയ്യൂ പ്ലീസ്.
അതാണ് അവൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ ഒറ്റ തന്ത പറയാൻ പോലീസ് കംപ്ലൈന്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ 75 ലക്ഷം രൂപ കൊടുക്കണമെന്ന് വിത്ത് പ്രൂഫ് കൊടുക്കാൻ പറയാം. ഇല്ലെങ്കിൽ അവൻ തന്തയില്ലാത്തവനാ. മനസ്സിലായില്ലേ? ഞാനത് പറയുന്നു ബ്രോ. സോ ഈ ലാസ്റ്റ് കേട്ട ഓഡിയോ ഡോക്ടർ റോബിൻ തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഓഡിയോ ആണ്. ഇത് അനന്തു സുൽജിത്തുമായി നടത്തിയ ചാറ്റാണ്. അതിനകത്ത് എനിക്ക് ഒട്ടും യോജിപ്പില്ല കേട്ടോ. ഒരു അമ്മേനെയൊക്കെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അത് നിങ്ങളൊരു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മ എന്ന് പറയുന്നത് അത്രത്തോളം റെസ്പെക്റ്റ് ഉള്ള ഒരു വേർഡാണ്. ആ അമ്മയെക്കുറിച്ചാണ് നിങ്ങൾ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോട് യോജിക്കാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാക്കുന്നതിന് നല്ലത് നിങ്ങൾ ലീഗലായിട്ട് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് നിങ്ങളെല്ലാവരും നാറും. നിങ്ങളെ ഈ സമൂഹം കോമാളികളായിട്ടേ കാണത്തുള്ളൂ. അല്ലാതെ നിങ്ങളെ ആരും വലിയ ഹീറോസ് ആയിട്ട് ആരും കാണില്ല. ഇപ്പോൾ നിങ്ങളുടെ പിന്നാലെ നടക്കുന്ന എല്ലാ യൂട്യൂബേഴ്സ് ആണെങ്കിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അവർക്കെല്ലാം ഇത് വെറൊരു കണ്ടന്റ് ആണ്, അരി വാങ്ങാനുള്ള ഉപാധി. അതിനപ്പുറം ഒന്നുമല്ല. അതുകൊണ്ട് ഇത് ലീഗലായിട്ട് പോയി ഈ ഒരു വിഷയം തീർക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി കൃത്യമായിട്ടിരുന്ന്, അത് രണ്ട് കൂട്ടരും കൂടി കൃത്യമായിട്ടിരുന്ന് നിങ്ങളുടെ കൈവശമുള്ള എവിഡൻസ് എല്ലാം സബ്മിറ്റ് ചെയ്യുക ഈ മാധ്യമങ്ങളുടെ മുന്നിൽ. അതിനുശേഷം ഈ ഒരു വിഷയത്തിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കുന്നതല്ല നല്ലത്. അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളി വാരി എറിഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ തന്നെ സ്വയം നാറത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഈ ഒരു വിഷയം വെറും കണ്ടന്റായിട്ട് മാത്രം ആവശ്യമായിരിക്കും. നിങ്ങളെ ഞങ്ങളൊരു കോമാളി എന്ന ടൈപ്പിലേ കാണത്തുള്ളൂ. അതുള്ള യാഥാർത്ഥ്യം ഞാൻ പറയുകയാണ്. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ.